ശ്രീ ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തിരുവല്ലം പരശുരാമന്റെ നാമത്തിൽ, ആറ്റുകാൽ അമ്മയുടെ നാമത്തിൽ, ശ്രീ ഇരുകുളങ്ങര ദുർഗാ ഭഗവതി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതുമൊന്ന് കേൾക്കുന്നതുമൊന്ന് കരുണാമയനാം ദൈവമൊന്ന് എന്ന MD രാജേന്ദ്രൻ എഴുതിയ പ്രശസ്തമായ മലയാളം സിനിമാ ഗാനം പരാമർശിച്ചാണ് കോടതി പല ദൈവങ്ങളുള്ള പേരിലുള്ള സത്യപ്രതിജ്ഞ അസാധുവെന്ന് വ്യക്തമാക്കിയത്. കേരള പഞ്ചായത്ത് രാജ് 152 വകുപ്പിലും മുനിസിപ്പാലിറ്റി ആക്ടിലെ 143 വകുപ്പിലും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ആകണമെന്ന് പറയുന്നുണ്ട്. നിയമം അനുശാസിക്കുന്ന ദൈവം എന്ന വാക്കിന് മറ്റ് വിപുലീകരണമോ നിർവചനങ്ങളോ ഇല്ലെന്നും കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് പല ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിലാണെന്നും അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ട് CPM കൌൺസിലർ SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പരശുരാമൻ, ആറ്റുകാലമ്മ, പത്മനാഭസ്വാമി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ ദൈവങ്ങളുടെയും വ്യക്തികളുടെയും പേരിലായിരുന്നു സത്യപ്രതിജ്ഞ. ഇത് നിയമപരമല്ലെന്ന് കോടതി കണ്ടെത്തി. തുടർന്നാണ് 20 പേരുടെയും സത്യപ്രതിജ്ഞ അസാധുവാക്കിയത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ചെമ്പഴന്തി ഉദയൻ, ഗോപകുമാർ അടക്കമുള്ള പ്രമുഖരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവായത്. ഇവർക്ക് 4 ആഴ്ചക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണം. എന്നാൽ ഈ കാലയളവിൽ കൌൺസിലർ എന്ന നിലയിലുള്ള അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം നേരത്തെ ചെയ്ത പ്രവൃത്തികൾക്ക് മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള സംരക്ഷണം ലഭിക്കും. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം അസാധുവാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.